സാൾട്ട് ആൻഡ് കംഫർട്ട് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2025 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിന് യോഗ്യതാ പരീക്ഷയുടെ അതായത് +2 VHSC CBSE പരീക്ഷയുടെ മാർക്കിൻ്റെ ഓൺലൈൻ സമർപ്പണം വെബ്സൈറ്റിൽ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാർക്ക് സബ്മിഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്ന മെനു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ബോർഡ് പാസ്സായ ബോർഡ് ഏതാണോ, അതായത് കേരള എഡ്യൂക്കേഷൻ ബോർഡാണോ, CBSE ആണോ, ICSE ആണോ തുടങ്ങിയ വിവരങ്ങളും, അതുപോലെ പാസ്സായ വർഷം ഏതാണോ, അതുപോലെ രജിസ്റ്റർ നമ്പർ ഇത് രേഖപ്പെടുത്തുമ്പോൾ വിദ്യാർത്ഥിയുടെ യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്യും. അത് ഡിസ്പ്ലേ ചെയ്തതിന് ശേഷം അവിടെ നിങ്ങൾ കാണിക്കുന്ന മാർക്ക് തെറ്റാണെങ്കിൽ മാത്രം ചേഞ്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അല്ല എങ്കിൽ സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള ഇത് കൊടുക്കുക. സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇനി മാർക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ ചേഞ്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം സബ്മിറ്റ് മാർക്ക് ഡാറ്റ കൊടുക്കുക. ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മാർക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ച് ചെയ്ത മാർക്കിൻ്റെ പ്രൂഫ് ആ മാർക്ക് ലിസ്റ്റ് ഇതോടൊപ്പം അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണ്. അല്ലാത്തവർ മാർക്ക് ലിസ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ട. അവിടെ കാണിക്കുന്ന മാർക്ക് ശരിയാണെങ്കിൽ അത് മാർക്ക് സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ +2 സെക്കൻഡ് ഇയറിലെ മാർക്കാണ് അവിടെ കാണിക്കുന്നുണ്ടാവുക. അതാണ് സബ്മിറ്റ് ചെയ്യുന്നുണ്ടത്. ഇനി അവിടെ നിങ്ങൾക്ക് കാണിക്കുന്നത് സബ്മിറ്റ് ചെയ്യുന്നത് ഏത് മാർക്കാണ് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആ മാർക്ക് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്ന മാർക്ക് ഇപ്പോൾ പാസ്സായവരാണെങ്കിൽ ആ മാർക്ക് കറക്റ്റ് ആയിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. ചിലർക്ക് ഇപ്പോൾ തന്നെ മാർക്ക് സബ്മിറ്റ് ചെയ്തപ്പം ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. ആ മിസ്റ്റേക്കുകൾ വെരിഫൈ ചെയ്യാനുള്ള, നിങ്ങൾ സബ്മിറ്റ് ചെയ്ത മാർക്ക് വെരിഫൈ ചെയ്യാനുള്ള അവസരം പിന്നീട് നൽകും. ആ സമയത്ത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് എഡിറ്റ് ചെയ്ത് വീണ്ടും കൊടുക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളിപ്പോൾ അപ്ലോഡ് ചെയ്യുന്ന മാർക്കാണ് വെരിഫിക്കേഷൻ സമയത്ത്, അതായത് അഡ്മിഷൻ സമയത്ത് വെരിഫിക്കേഷൻ ഡെസ്കിൻ്റെ മുമ്പിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ മാർക്ക് കൃത്യമായിട്ട് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇതിനടിയിൽ കമൻ്റായിട്ട് ഇട്ടുള്ള. ലാസ്റ്റ് ഡേറ്റ് 2/6/2025 വൈകുന്നേരം 3 മണി വരെയാണ്. 2/6/2025 വൈകുന്നേരം 3 മണിക്കകം മാർക്ക് സബ്മിറ്റ് ചെയ്തിരിക്കണം എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ വരാൻ. ബാക്കി മറ്റുള്ള റാങ്ക് ലിസ്റ്റുകളൊന്നും, അതായത് ബിഫാമിൻ്റെ റാങ്ക് ലിസ്റ്റ് വരാൻ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്ക് നീറ്റിൻ്റെ മാർക്ക് അപ്ലോഡ് ചെയ്യേണ്ട സമയം ഇത് വരും. ആ സമയത്ത് ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്ത് തരും. ഇപ്പോൾ എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ വരാൻ ഉദ്ദേശിക്കുന്നവർ മാത്രമേ ഇതിൽ ചെയ്യേണ്ടതുള്ളൂ. അതുതന്നെ പരീക്ഷ എഴുതിയതിന് ശേഷം ഇനി എഞ്ചിനീയറിംഗ് ഉദ്ദേശിക്കുന്നില്ല എങ്കിൽ അവർ മാർക്ക് ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ആവശ്യവും ഇല്ല എന്നുകൂടി മനസ്സിലാക്കുക. റാങ്ക് ലിസ്റ്റിൽ വരാൻ ഈ മാർക്ക് സബ്മിഷൻ ഒന്നുകിൽ നിങ്ങൾ സ്വയം മാർക്ക് സബ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് കാൻഡിഡേറ്റ് പോർട്ടലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് അത് ചെയ്തിരിക്കണം. ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം. അതായത് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ചേഞ്ച് ചെയ്താലും അതേപോലെ അവിടെ ഉള്ളതിന് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും നിങ്ങൾ മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് എടുത്തു വെക്കണം. കാരണം ആരുടെങ്കിലും മാർക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല എങ്കിൽ അവർ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ, അതായത് ഞാൻ മാർക്ക് അപ്ലോഡ് ചെയ്തിരുന്നു അതങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളതാണെങ്കിൽ ആ കംപ്ലയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് പ്രൂഫായിട്ട് ഈ ഒരു മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ പ്രൂഫായിട്ട് കൊടുക്കാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ മാർക്ക് സബ്മിറ്റ് ചെയ്യുന്ന എല്ലാവരും, പുതുതായി എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നവരാണെങ്കിലും സബ്മിറ്റ് മാർക്ക് ഡാറ്റ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളത് തന്നെ വെരിഫൈ ചെയ്യുന്നവരാണെങ്കിലും എല്ലാവരും മാർക്ക് സബ്മിഷൻ കൺഫർമേഷൻ റിപ്പോർട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കേണ്ടതാണ്. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.